കയറണമെങ്കിൽ ഇവിടെ ഒരു TN പാസ് എടുക്കണം. ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു. ഇവിടെ അപ്പോഴേക്ക് എൻ്റെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു. വണ്ടിയുടെ ബ്രേക്ക് പാഡ് ഒന്ന് ഹായ്. അങ്ങനെ രാവിലെ തന്നെ ഞാൻ വണ്ടിയായിട്ട് ഇറങ്ങി. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ നമ്മൾ അതിരപ്പള്ളി വഴി വാൽപ്പാറയിലോട്ടൊരു ട്രിപ്പ് പോയാലോ എന്നുള്ള മൈൻഡിൽ രാവിലെ തന്നെ ഇറങ്ങി. ഇപ്പോൾ ഒരു 5 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. കൂടെ വരുന്ന ആൾ സൽമാനാണെങ്കിൽ എടപ്പള്ളി രാവിലെ തന്നെ വെയിറ്റ് ചെയ്ത് ട്രിപ്പ് പോണ്ടേ ഈ മഴയൊക്കെ എടുത്തപ്പോൾ ജാടേ. അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് സൽമാൻ ഓൾറെഡി പെട്രോളൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് വന്നത്. ഞാനിനി പെട്രോൾ അടിച്ചില്ലായിരുന്നു. ഇപ്പോൾ നേരത്തെ അവിടെ തൊട്ട പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു വെയിറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ പെട്രോൾ അടിച്ചൊരു 500 രൂപയ്ക്കാണ് ഞാൻ ആദ്യം അടിച്ചത്. 500 രൂപയ്ക്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് വാൽപ്പാറ വരെ എത്തുമോയെന്ന് അറിയില്ല, എന്നാലും നോക്കാം. 500 രൂപയ്ക്ക് അടിച്ചിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് ഏകദേശം 6 മണിയായി. 6 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് നേരെ വിട്ടു. ആലുവ വഴി, ചാലക്കുടി വഴി, അതിരമ്പള്ളി വഴി അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. എനിക്കൊന്ന് രാവിലെയൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ആലുവയിൽ നിർത്തിയപ്പോഴേക്കും കുറേ റൈഡേഴ്സ് ഉണ്ടായിരുന്നു. അവരും വാൽപ്പാറയിലേക്കാണ്. അവരോട് സംസാരിച്ചപ്പോൾ അവരവിടെ സ്റ്റേ ഒക്കെ ചെയ്തിട്ടാണ് എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. പക്ഷെ ഞങ്ങളങ്ങനെയല്ല. ഞങ്ങൾ പോയിട്ട് ഇത് തന്നെ വരാനുള്ളൊരു മൈൻഡിലാണ് വെളുപ്പിന് ഇറങ്ങിയത്. സ്റ്റേയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ ചാലക്കുടി റൂട്ട് കയറി. ചാലക്കുടി റൂട്ട് പോകുമ്പോൾ തന്നെ അത്യാവശ്യം കോടയൊക്കെ കിട്ടി. അടിപൊളിയായിരുന്നു. നല്ല തണുപ്പും ട്രാഫിക്കൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ട്രാഫിക് ഇല്ലാത്ത ടൈമിൽ ഞാനും സൽമാനും കൂടെ ഇങ്ങനെ വണ്ടി അടുത്തടുത്ത് വെച്ച് കാര്യം പറഞ്ഞുകൊണ്ട് പോകും. ഇടയ്ക്ക് പുള്ളിയെ ഓവർടേക്ക് ചെയ്യും, ഇടയ്ക്ക് പൊളിഞ്ഞിട്ട് ഞാൻ പുള്ളിയെ ഓവർടേക്ക് ചെയ്യും. അങ്ങനെയായിരുന്നു. ഒരു വൈബ് തന്നെയായിരുന്നു. ചാലക്കുടി വഴി കയറിയപ്പോഴേക്ക് തന്നെ നല്ല റോഡായിരുന്നു. ഇതൊക്കെ കണ്ടില്ലേ, എന്ത് രസമാണ് കാണാൻ. അത് ഈ പകലൊക്കെ വന്നാൽ നമുക്ക് ആ ഒരു വൈബ് കിട്ടത്തുള്ളൂ. ഇച്ചിരി വെയിലൊക്കെ ആയാൽ പിന്നെ ഇതിലൂടെ വരാനൊക്കെ നമുക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ അതിരമ്പള്ളി റൂട്ട് ഏകദേശം കയറി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല റോഡാണ്. മൊത്തം റബ്ബർ തോട്ടങ്ങളുടെ ഇടയിലുള്ള കിടിലൻ റോഡും പിന്നെ ഇടയ്ക്ക് ഒരു ഫോറസ്റ്റ് പോലൊരു റോഡും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് ഒരു ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ്, ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് മുന്നോട്ട് തന്നെ പോയി. പിന്നെയാണ് അതിരപ്പള്ളി വാട്ടർഫാൾസിലോട്ടുള്ള റോഡാണിത്. ഇതും അടിപൊളിയാട്ടോ, നല്ല വഴിയാണ്. വീടുണ്ട്, ഇവിടെയൊക്കെ വീടുണ്ട് അത്യാവശ്യം. പിന്നെ അങ്ങോട്ട് പോകുന്തോറും നിങ്ങൾക്ക് വന്നവരാണെങ്കിൽ അറിയാമല്ലോ, വീടൊക്കെ കുറവാണ്. കുറച്ച് ആനയൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയ ആണിത്. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ ആനേനൊന്നും കണ്ടില്ല കേട്ടോ. പക്ഷെ ഇതൊക്കെ അടിപൊളി സ്ഥലമായിരുന്നു. ഭയങ്കര ഇഷ്ടമായി കേട്ടോ. രാവിലെ ഞാൻ ഈ വഴി ഇത്ര മോർണിംഗ് ആദ്യമായിട്ടാണ്. നല്ല വൈബായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ റോഡൊക്കെ അത്യാവശ്യം മോശമായിരുന്നാലും നമ്മളൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് പോലെ അതങ്ങ് എക്സ്പ്ലോർ ചെയ്ത്. പിന്നെ ഇവിടുന്ന് റൈറ്റ് പിടിച്ചിട്ടാണ് നമ്മൾ അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ റൂട്ട് പിടിക്കുന്നത്. രാവിലെ തന്നെ പോകുമ്പോൾ ഒരുപാട് റൈഡേഴ്സിനെ കണ്ടു. ഇവരൊക്കെ വാൽപ്പാറയിലേക്ക് പോകുന്ന ടീംസാണ്.
ഞാനും സൽമാനും മെയിൽ ഈഗോ അടിച്ചു. ഇവരെ സ്പീഡിൽ പോന്നപ്പോൾ ഞങ്ങൾ അവരെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത സ്പീഡൊക്കെ എടുത്ത് അങ്ങ് പോയോ. ഞങ്ങൾ ഫസ്റ്റ് എത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. ഇങ്ങനെ അവരൊക്കെ ഓവർടേക്ക് ചെയ്തിട്ട് വാട്ടർഫാൾസിൻ്റെ അടുത്തോട്ടാണ് ഇനി പോകുന്നത്. വെള്ളം അധികം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അധികം നിന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഒട്ടും സമയം കളയാനില്ലാത്തതുകൊണ്ട് നേരെ വിട്ടു. അങ്ങനെ അവിടെ നിന്ന് നേരെ പോയപ്പോൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റായി. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ മലക്കപ്പാറ പിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടൈമിംഗ് ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ 7:46 ഇവിടുന്ന് എൻ്റർ ആയാൽ 9:46 നമ്മൾ മലക്കപ്പാറയിൽ എക്സിറ്റ് അടിക്കണം. അത് ആ ടൈമിനുള്ളിൽ എത്തണം. എത്തിയില്ലെങ്കിൽ ഫൈൻ ഉണ്ട്, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല. 2 മണിക്കൂർ ടൈമുണ്ട്. നമ്മൾ 2 മണിക്കൂർ ടൈമുണ്ട് പതുക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ നമ്മൾ കറക്റ്റ് ടൈമിലാണ് കേട്ടോ അവിടെ എത്തിയത്. അപ്പോൾ പോകുന്നവർ മാക്സിമം വണ്ടി എവിടെയും നിർത്താതൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. വണ്ടിയൊക്കെ സൈഡ് നിർത്തിയപ്പോഴേക്കും അവിടുന്ന് കുറച്ച് ഫ്രണ്ട്സിന് കിട്ടി. അവരും വാൽപ്പാറയിലോട്ടുള്ള ടീംസാണ്. എറണാകുളത്തു നിന്നാണ് അവരും വരുന്നത്. അപ്പോൾ നമ്മൾ അവരായിട്ട് കുറച്ച് സംസാരിച്ചൊക്കെ അത്യാവശ്യം കമ്പനിയൊക്കെ ആയി. ബോയ്സ് അല്ലേ, അപ്പോൾ പെട്ടെന്ന് കമ്പനി ആവുമല്ലോ. അങ്ങനെ അവരുടെ കൂടെ കുറച്ച് ഫോട്ടോസും ഇതൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങി. റോഡ് ഒരു രക്ഷയില്ല, അടിപൊളി റോഡാണ്. തിരക്കൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ പോയെന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് സ്ഥലങ്ങളൊക്കെ കണ്ടു ആസ്വദിച്ചങ്ങ് പോവാം. പിന്നെ ആകെയുള്ളതെന്ന് വെച്ചാൽ ഒരു പേടി എലിഫൻറ്റ് അങ്ങനത്തെ കുറച്ച് ആനിമൽസിൻ്റെ ഒക്കെ ഇതുണ്ട്. പക്ഷേ ഞങ്ങളതൊന്നും കാര്യമാക്കിയില്ല. അടിപൊളി വൈബായിരുന്നു കേട്ടോ. റൈഡ് എന്ന് പറഞ്ഞാൽ വേറെ എക്സ്പീരിയൻസ് ആണ്. ഈ റോഡ് നല്ല രസമാണ്, അടിപൊളിയാണ്. നിങ്ങൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഈ വഴിയൊക്കെ ഒന്ന് ട്രാവൽ ചെയ്യണം. അടിപൊളി എക്സ്പീരിയൻസാണ്.
അവിടെ നിന്ന് കിട്ടിയ ഗ്യാങ്സിനെ പിന്നെയും കണ്ടുമുട്ടി ഞങ്ങൾ. പിന്നെ അവരുടെ പുറകെയായി ഞങ്ങളുടെ പോക്ക്. പക്ഷേ ബാക്കിൽ നിന്ന് ആ ക്യാമറ വ്യൂസും കൂടെ കിട്ടിയപ്പോൾ നല്ല ഭംഗിയായിരുന്നു, ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ. അധികം റൈഡേഴ്സും ഇങ്ങനെ ഗ്യാങ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വഴിയിൽ നിന്ന് ഇതുപോലെ ആൾക്കാരൊക്കെ കിട്ടിയപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചില്ലായി. പിന്നെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വേറൊരു ഗ്യാങ് ഇതുപോലെ പോകുന്നുണ്ടായിരുന്നു. അവർ മൊത്തം കുറച്ച് ന്യൂ ജനറേഷൻ പിള്ളേരാന്ന് തോന്നുന്നു. മറ്റേ നമ്മുടെ എക്സോസൊക്കെ പിടിപ്പിച്ച വണ്ടിയൊക്കെ ആയിരുന്നു കൂടുതലും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ മൊത്തം ഫ്രഷ് എലിഫൻറ്റിൻ്റെ പീസായിരുന്നു. ഭാഗ്യത്തിന് ആനയെ കണ്ടില്ല. ഭാഗ്യമല്ല, കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. പക്ഷേ കാണാത്ത ഒരു കണക്കിന് നന്നായി. ഇത് കുറച്ച് ഡേഞ്ചറായിട്ടുള്ളൊരു ഏരിയയാണ്. വണ്ടിക്കൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് അങ്ങനെയൊക്കെ പറ്റുവാണെങ്കിൽ, സോളോ റൈഡൊക്കെ പോകുന്നവരാണെങ്കിൽ ഒന്ന് പേടിക്കും. കാരണം ഇതിലൊക്കെ വണ്ടികൾ പൊതുവെ കുറവാണല്ലോ. വല്ലപ്പോഴൊക്കെ ഒരു വണ്ടി ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങളൊക്കെ വല്ലപ്പോഴും ഒരു വണ്ടിയിൽ കണ്ടു എന്നൊരു ഇതിലായിരുന്നു ഞങ്ങൾ പോയത്. പിന്നെ സൽമാനാണെങ്കിൽ വണ്ടിയിൽ ഇരുന്ന് മടുത്തിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് നേരം പുള്ളി നിന്നാണ് വണ്ടി ഓടിച്ചത്. എന്താ ചെയ്യാല്ലേ, സൽമാൻ്റെ ഓരോരോ വികൃതികൾ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ ഷൂട്ടൊക്കെ ചെയ്ത് വീണ്ടും പോയി. ഇനിയിപ്പോൾ 9:46 ഞങ്ങൾ എക്സിറ്റ് അടിക്കണം. പക്ഷേ ഞങ്ങൾക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, ടൈമിനുള്ളിൽ എത്തിയില്ലേ വല്ല വള്ളിയും കിട്ടുമെന്ന്. പക്ഷേ ഞങ്ങൾ എത്തിയായിരുന്നു കേട്ടോ, കറക്റ്റ് ടൈമിൽ നമ്മൾ എത്തിയത്. അങ്ങനെ അവിടുത്തെ പോലീസ് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എഴുതി വാങ്ങി ഞങ്ങളവിടെ നിന്ന് എക്സിറ്റ് അടിച്ചു. പോലീസുകാർ അത്യാവശ്യം കമ്പനിയൊക്കെ ആയിരുന്നു. വണ്ടിക്ക് മൈലേജൊക്കെ ഉണ്ടോ അതൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടി സൈഡാക്കി കുറച്ച് വ്യൂസൊക്കെ എടുത്ത്. നല്ല വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ക്യാമറ വെച്ചിട്ട് കുറച്ച് കവർ ചെയ്തെടുത്തു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയി. അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാതെയാണ് ഞാൻ ഇറങ്ങിയത്. സമയം ഏകദേശം 9:30 10 മണിയുടെ അടുത്തായി. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ തപ്പി പോവായിരുന്നു. അങ്ങനെ അത്യാവശ്യം കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ ഒരു ചെറിയൊരു ഹോട്ടൽ കണ്ട് ഞങ്ങൾ. അങ്ങനെ ഇവിടെ കയറിയിട്ട് വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു മലയാളി ചേട്ടൻ്റെ ഹോട്ടലാണത്. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അടുത്ത റൂട്ട് വാൽപ്പാറയിലോട്ടാണ്. ഇവിടെ നിന്ന് നേരെ വാൽപ്പാറയിലോട്ടൊരു 20-22 കിലോമീറ്ററും കൂടെ ഉണ്ട് ഇനി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും വണ്ടി തിരിച്ചപ്പോൾ ഞങ്ങൾ അടുത്ത ബോർഡർ കയറണമെങ്കിൽ ഇവിടെ ഒരു TN പാസ് എടുക്കണം. ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ അവിടുത്തെ ചേട്ടൻ ഓൺലൈനായിട്ട് എടുക്കാൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ, പക്ഷെ അവിടെ റേഞ്ചില്ല, ആകെ BSNL മാത്രമേ റേഞ്ചുള്ളൂ. അങ്ങനെ കുറച്ച് പോസ്റ്റ് അടിച്ച് TN പാസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വിട്ടു. അപ്പോഴാണ് ഡാം കണ്ട്. എനിക്ക് തോന്നുന്നു ഷോളയാർ ഡാമാണ്. ഷോളയാർ ഡാമിൽ പിന്നെ അകത്തൊന്നും കയറിയില്ല.
ഞങ്ങൾ അതിൻ്റെ സൈഡിലൂടെ തന്നെ പോയി കുറച്ച് വ്യൂസൊക്കെ കണ്ടു. പിന്നെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് വണ്ടി സൈഡാക്കിയിട്ട് കുറച്ച് വ്യൂസൊക്കെ എടുത്തു അവിടുന്ന്. അത് ഡാമിൻ്റെ ഒരു ഭാഗമാണ്, നല്ല വ്യൂ ആയിരുന്നു അവിടെ. പിന്നെ ഞാനും സൽമാനും ഒരു കുപ്പി കൈ കിട്ടിയപ്പോൾ അത് വെച്ചിട്ട് കളിയായിരുന്നു അവിടെ. പോരാ തിരിച്ചെനിക്ക് ഇവിടെ തന്നെ ബോട്ടിൽ ഇവിടെ തന്നെ കേട്ടോ. ഓ പിടിച്ചോ. ഇവിടെ തിരിച്ചറിഞ്ഞ്. ഓ ഗായ്സ്, I was in bike so I can't take it. അങ്ങനെ ഞങ്ങൾ അവിടെ ബോട്ടിലേക്ക് എറിഞ്ഞ് കളിച്ചപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു ചേട്ടൻ നോക്കി, ഉമ്മാർക്ക് എന്താണ് കാര്യം വയ്യെന്നൊക്കെ വിചാരിച്ചൊരു തോട്ടം നോക്കിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം വിട്ട് അങ്ങനെ ഇവിടെ വന്നപ്പോൾ അവിടെ കുറച്ച് പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നൊരു വ്യൂ കിട്ടി. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ പഴയ കാലൊക്കെ കുറച്ച് ഡോസ്റ്റൊക്കെ അടിച്ച് അവിടെ കുറച്ച് നേരം നോക്കി നിന്ന്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്നുള്ളൂ കേട്ടോ. കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ നേരെ സ്ഥലം വിട്ട് നേരെ വാൽപ്പാറയിലോട്ടാണ്. ഇനി എവിടെ നിർത്തില്ല എന്നൊക്കെയാണ് പ്ലാൻ. അത് ഓരോരോ നല്ല നല്ല സ്പോട്ട് കാണുമ്പോൾ ഞങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിർത്തി പോകും. പിന്നെ അങ്ങോട്ട് നോക്കിയപ്പോൾ എന്ത് രസമായിരുന്നോ സ്ഥലമൊക്കെ കാണാൻ, അടിപൊളിയായിരുന്നു. ഞങ്ങൾ ആ ട്രിപ്പിൽ അങ്ങ് മുഴുങ്ങിപ്പോയി, ഭയങ്കര അഡിക്റ്റായിപ്പോയി. കാരണം ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ അത്രയും റിലാക്സേഷനും നല്ല പീസ്ഫുൾ അടിപൊളി വൈബൊക്കെ തരുന്നൊരു പ്ലേസാണ് ഈ വാൽപ്പാറ അങ്ങോട്ട് റൂട്ട്. മസ്റ്റായിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒരു ഡിസംബർ ആ ഒരു നവംബർ ആ ഒരു മന്തൊക്കെ നോക്കി പോകണം. വെയിലുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ ഒരു വൈബ് കിട്ടില്ല. ഞങ്ങൾ പോയപ്പോൾ അത്യാവശ്യം വെയിലും ഇല്ല മഴയും ഇല്ല, എന്നാൽ നല്ലൊരു തണലും നല്ല അടിപൊളിയോടെയുള്ളൊരു ക്ലൈമറ്റും കൂടെ ആയിരുന്നു. അതാണ് ഇത്ര ഒരു വൈബ് കിട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ ടയേർഡായേനെ വണ്ടി ഓടിച്ച്, പക്ഷേ ഒരു ടയേർഡിൻ്റെ ഒരു ഫീൽ അങ്ങനെയൊന്നും വന്നില്ല. മഴ വന്നില്ലെന്ന് പറയുമ്പോഴേക്കും തന്നെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ കിട്ടി ഞങ്ങൾക്ക്. പക്ഷെ നല്ലൊരു വൈബായിരുന്നു അത്. ചെറിയൊരു ചാറ്റൽ മഴയും തണുത്ത കാറ്റും പിന്നെ ഈ റോഡും അടിപൊളി വൈബായിരുന്നു. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ.
മഴയൊക്കെ കുറഞ്ഞ് ഇനി ഇവിടുന്ന് ഒരു 10-20 മിനിറ്റും കൂടി ഉണ്ടെന്ന് തോന്നുന്നു വാൽപ്പാറ ടൗണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു റൂമൊക്കെ എടുത്ത് കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷെ ഇവിടുത്തെ വ്യൂസൊക്കെ ഒന്നും ഒരു രക്ഷയില്ല. നമ്മൾ കാണും, ഒരു നല്ല വ്യൂ പോയിൻ്റ് കിട്ടുമ്പോൾ അവിടെ നിർത്തും. അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഈ ചെറിയൊരു മഴയും കൂടെ കിട്ടിയപ്പോൾ വേറെ ലെവലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം പിന്നെയും ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്ത് വീണ്ടും വഴി അവിടെ നിന്ന് ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ വന്നായിരുന്നു. എന്നാലും ബോർഡ് ഉണ്ടായിരുന്നു, വാൽപ്പാറ റൂട്ട് ഇങ്ങോട്ടാണെന്നുള്ളൊരു ബോർഡ് കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് എടുത്ത്. പിന്നെയാണോ അയ്യോ ഒരു സ്വർഗം പോലെയായിരുന്നു. ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ഈ വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് നമ്മൾ കാറിൽ വരുമ്പോൾ ഒന്നും കിട്ടില്ല. അത് ഈ ബൈക്കിൽ തന്നെ വരണം. ബൈക്കിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അയ്യോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്ത് രസമാണെന്ന് നോക്കിക്കുക നിങ്ങൾ തന്നെ. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിലെത്തി. ഇവിടെ അത്യാവശ്യം ക്രൗഡൊക്കെ ആയിരുന്നു. ചെറിയൊരു മഴയുണ്ടായിരുന്നു, പക്ഷേ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ അപ്പോഴേക്ക് എൻ്റെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു. വണ്ടിയുടെ ബ്രേക്ക് പാഡ് ഒന്ന് ഫുള്ളായിട്ട് തേഞ്ഞ് പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം വർക്ക്ഷോപ്പ് തപ്പിയാണ് ഇറങ്ങിയത്. അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വർക്ക്ഷോപ്പിൽ കയറ്റി പുതിയ ബ്രേക്ക് പാഡൊക്കെ വാങ്ങിച്ച് വന്ന് തൊട്ടടുത്ത് തന്നെ ഒരു സ്പെയർ കടയുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് സ്പെയറൊക്കെ വാങ്ങിച്ച ചേട്ടൻ വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് തന്നു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഞങ്ങളൊരു റൂം എടുത്ത് തന്നു. ഫ്രഷ് ആവാനും ഒന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാനും ഒരു റൂം എടുത്തു. അത്യാവശ്യം നല്ല ക്വാളിറ്റി റൂംസാണ്. പിന്നെ ഒന്ന് ഉറങ്ങി എണീറ്റ് ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോയി. അങ്ങനെ നടന്നു പോയപ്പോൾ ഒരു ബിരിയാണിക്കട കിട്ടി. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി കഴിക്കാൻ വിചാരിച്ചു. അത്യാവശ്യം നമ്മൾ റൈസും പിന്നെ 65 ആണ് ഓർഡർ ചെയ്തത്. നല്ല റൈസായിരുന്നു, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്. നല്ല വിശപ്പാണ്. എന്തായാലും വയറ് നിറഞ്ഞായിരുന്നു, അടിപൊളിയായിരുന്നു. ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറയാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകാനുള്ളൊരു പരിപാടിയായിരുന്നു. അങ്ങനെ വീണ്ടും പോയപ്പോഴും വൈകിട്ട് ഒരു 3:30 ആ ടൈം ആയിരുന്നു. പക്ഷെ എന്നാലും നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോഴും പോകുമ്പോൾ നമ്മുടെ വാഴച്ചാൽ അതിരപ്പള്ളി വഴി പോകാൻ പറ്റില്ല. നമ്മളിനി പൊള്ളാച്ചി വഴിയാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ചുറ്റലാണ്. അപ്പോൾ പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ച് ഇതാണ് അവിടുത്തെ പെട്രോൾ പമ്പിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നല്ല രസമാണ്. നമ്മൾ ഈ തമിഴ് പടത്തിലൊക്കെ കാണുന്ന ഒരു വൈബായിരുന്നു അവിടെ. ഇങ്ങനെ പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ പൊള്ളാച്ചി വഴിയാണ് പിടിക്കുന്നത്. ഇച്ചിരി കറക്റ്റാണ്, പക്ഷേ നമ്മുടെ വാഴച്ചാൽ അവിടെ ചെക്ക് പോസ്റ്റ് വൈകിട്ട് 4 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചപ്പോഴും നമ്മുടെ ബൈസണൊക്കെ ഉണ്ട് ഞങ്ങൾ. അതിൻ്റെ കുറച്ച് വ്യൂസൊക്കെ കിട്ടിയായിരുന്നു.
ഞങ്ങൾ അവിടുന്ന് സ്ഥലം വിട്ടപ്പോഴേക്കും ചെറുതായിട്ടല്ല നന്നായിട്ട് കോട വരാൻ തുടങ്ങി. പിന്നെ അന്തരീക്ഷത്തിൻ്റെ മട്ടും ഭാവമൊക്കെ മാറാൻ തുടങ്ങിയപ്പോൾ കാര്യം മനസ്സിലായി, നല്ല മഴ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഇവിടുത്തെ വ്യൂസ് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയിലായിരുന്നു, നല്ല വൈബായിരുന്നു. നമ്മുടെ കോടയായിട്ട് നമുക്ക് റോഡൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇങ്ങനെ ഇവിടെ സൈഡാക്കിയിട്ട് കുറച്ച് നേരം വ്യൂസൊക്കെ നോക്കി. അങ്ങനെ നല്ല കോടയൊക്കെ കെട്ടി ഞങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് സ്ഥലം വിടാമെന്ന് വിചാരിച്ച്. നല്ല വ്യൂസായിരുന്നു. കോട നിറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു, ഇതായിരുന്നു അവസ്ഥ. അങ്ങനെ പിന്നെയാണ് നല്ല മഴ കെട്ടി. പിന്നെ നമുക്ക് ക്യാമറയിലൊന്നും എടുക്കാൻ പറ്റില്ല, മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുതിരാൻ ടണലൊക്കെ വഴി നേരെ എറണാകുളത്തോട്ട് വിട്ടു. മഴയായിരുന്നു, എറണാകുളം വരെ മഴയായിരുന്നു. പിന്നെ നമുക്ക് ക്യാമറ അധികം യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.